ഒസിയമ്മ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു യാത്രയാട്ടോ. എങ്ങോട്ടാന്നല്ലേ, വെക്കേഷനൊക്കെ അല്ലേ. ഈ വെക്കേഷന് നമ്മൾ കുഞ്ഞാൻ്റെയുടെ വീട്ടിലൊന്ന് പോയേക്കാമെന്ന് വെച്ചു കേട്ടോ. ഞങ്ങൾ തന്നെയല്ല, ഇന്ന് ഷെയ്ജിൻ്റെ കേട്ടോ ഞങ്ങളുടെ ഉള്ളേ. അവൾ ഷെയ്ജി ഇപ്പം അവിടുന്ന് എത്തും. മൂറ്റുവഴി നമ്മൾ പോന്നിട്ടുണ്ട്. ഷെയ്ജി ഇവിടെ എത്തും. അപ്പോൾ ഷെയ്ജി ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ടോ പാലായ്ക്ക് പോവാണേ. പാലായ്ക്ക് കുഞ്ഞുമാളുടെ അടുത്ത് പോവുക കേട്ടോ. ചേച്ചി നടുക്കണ്ടത് തോന്നിക്കും കേട്ടോ. അതെ അതെ, നമുക്ക് പോകണം. ഇനിയിപ്പോൾ അങ്ങോട്ട് ടൗണിന് പോകണ്ടല്ലോ, ഇതിലേ അങ്ങ് പോവാണല്ലോ എളുപ്പം. അതെ അതെ, വന്ന് ഇവിടെ വന്ന് ഇറങ്ങോട്ടോ. ഞങ്ങളിപ്പോൾ അവിടെ ചെല്ലും. അങ്ങനെ ഞങ്ങൾ നടുക്കണ്ടത്തെത്തി. അവിടെ എത്തിയില്ലേ? അയ്യോ, ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെയൊന്നും ഇല്ലല്ലോ. അവിടെ എത്തിയില്ല കേട്ടോ. ശരി, വരട്ടെ. അവിടെ പോന്നോന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറായി കേട്ടോ. ഇപ്പോൾ എത്തുമായിരിക്കും. ബസ് വരുന്നുണ്ട് കേട്ടോ. അത്ത ഉണ്ടെന്നാ തോന്നണേ, നോക്കാം. ഓടി വാ, നീ പോന്നെന്ന് പറഞ്ഞിട്ടാ ഞാൻ പോന്നേ. നമ്മൾ രണ്ടും കറുത്താളോടി. 5 മിനിറ്റ് വാ കയറ്. അങ്ങനെ ഷെയ്ജി എത്തി കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേടി. നമ്മുടെ നടുക്കണ്ടത്തെ ബിരിയാണിക്കാരാണേ. ഇത് അടിപൊളി സെറ്റപ്പൊക്കെ ആയാലോ. സ്കൂൾ തുറന്നോ? ഇല്ല, എന്നാ ക്ലാസ് വെക്കണേ? അപ്പൊ ഇതേ നമ്മുടെ നടുക്കണ്ടത്ത് ബിരിയാണി കൊടുക്കുന്ന കേട്ടോ. 100 രൂപയുള്ളൂ ബിരിയാണിക്ക്. ഇപ്പൊ രാവിലെ തൊട്ടുണ്ടോ? നേരത്തെ 80 ബിരിയാണി ഒരു ദിവസം പോകും അല്ലേ? ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതേ, അപ്പൊ എല്ലാരെയും ഒന്ന് കാണിച്ചു തരാന്ന് ഓർത്തു. ഇതാണ് നമ്മുടെ ബിരിയാണി. അതെ, സുഖമാണോ? നല്ല നല്ല പന്തലൊക്കെ കിട്ടിയല്ലോ. നല്ലൊരു ഷെഡൊക്കെ ആക്കിയല്ലോ. രാത്രി കൂടി ഇരിക്കുന്നുണ്ടോ? അപ്പൊ ഇതേ, നമുക്ക് ഈ പിള്ളേരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. പേരൊക്കെ ഒന്ന് പറഞ്ഞവനെ. എൻ്റെ പേര് സോനു ബിജു. എൻ്റെ പേര് ജിയ. എൻ്റെ പേര് സോബിൻ ബിജു. സോബിൻ ബിജു. ജോബിൻ. ഓക്കെ ഓക്കെ. എങ്ങനെ റീൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കച്ചവടത്തിലൊക്കെ എങ്ങനെ വ്യത്യാസമുണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. എറണാകുളത്ത് നിന്ന് ആരണ്ട വന്നു എന്നൊക്കെ പറഞ്ഞത് അല്ലേ? ഓക്കെ ഓക്കെ, അത് നല്ല കാര്യം കേട്ടോ. ഈ പിള്ളേരുടെ ഈ കഴിവിനെയൊക്കെ നിങ്ങൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. നമ്മളിത് തൊടുപുഴയിൽ നിന്ന് പാലായിക്ക് പോകണ വഴിക്ക് നടുക്കണ്ടോന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ ആരും മറക്കരുത്. നിങ്ങൾ ആരെങ്കിലും ഇതിലെ പാസ് ചെയ്ത് പോകണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വന്ന് ഇത് മേടിച്ച് ഈ പിള്ളേരെയൊക്കെ സഹായിക്കണം. പിള്ളേരെ മാതാപിതാക്കളൊക്കെ സഹായിക്കണം. അങ്ങനെ നമ്മൾ ഈ പിള്ളേരുടെ അടുത്ത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടോ, പിള്ളേരെ അമ്മയും ചാച്ചനും വന്നു. ഇതാ കേട്ടോ പിള്ളേരുടെ അമ്മയും ചാച്ചനും. ഏകദേശം ഇവരെ കൂടെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട്. പേരെന്നായിരുന്നു? വിൻസി ബിജു. പിള്ളേർ പറഞ്ഞപ്പോൾ ഇൻഷ്യൽ ബിജു എന്ന് പറയുന്നത്. നമുക്ക് ഇവരെ പരിചയപ്പെടാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട്. മാതാപിതാക്കൾക്കേ നല്ല പിള്ളേരെ ആക്കി തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒത്തിരി സന്തോഷം കേട്ടോ. ഇനി അടിപൊളിയായിട്ട് ഒത്തിരി ഉയരങ്ങളിൽ മുമ്പോട്ട് വരണം കേട്ടോ. അപ്പം ശരി, ഓക്കെ. ഞങ്ങൾ രണ്ടാളും മാത്രമാണ് ഇതിൽ കുക്കിംഗ് ചെയ്യുന്നത്. എല്ലാം വിറകടുപ്പേ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ഫുഡ് കൊടുക്കുക, നല്ല ഫുഡ് കുറഞ്ഞ രീതിയിൽ കൊടുക്കുക. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. തീർച്ചയായിട്ടും. ഇവർ ഓർഡറൊക്കെ ചെയ്ത് പറഞ്ഞാൽ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഓർഡറുകൾ, കല്യാണ പാർട്ടി, അതുപോലെ തന്നെ എല്ലാ ഓർഡറുകളും, ബർത്ത്ഡേ പാർട്ടി ഓർഡറുകളൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ പോയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരണം. നിങ്ങൾ വന്നത് ഇവർക്കത് ഭയങ്കര സഹായമായിരിക്കും. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല, റീലിട്ടായിരുന്നു. അത് കണ്ട് ഒരുപാട് പേര് വരുന്നുണ്ടല്ലേ? ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. വന്ന് പറഞ്ഞിട്ട് തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതല്ലേ? അത് തന്നെയല്ല, നിങ്ങളുടെ ഫുഡ് നല്ലതും കൂടി ആയതുകൊണ്ടാണല്ലേ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് നിർത്തും. പരമാവധി നല്ല രീതിയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതെ അതെ അതെ. ഈ രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഫുഡ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോ. അതിന് ഞാൻ ഉറപ്പ് തരുന്നു കേട്ടോ. പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇതിനു മുമ്പ് ഒരു 6-7 വർഷം മുമ്പ്, കൊറോണയ്ക്ക് മുമ്പ് എനിക്കിവിടെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. ആ തട്ടുകട തുടങ്ങിയത് ഇപ്പോൾ ഒരു 8 വർഷമായിട്ടുണ്ട്. 2020 കൊറോണയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് തട്ടുകട പയ്യങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എല്ലാവരും കൊറോണയിലായിട്ട് ക്വാറന്റൈനിലൊക്കെ ഇരിക്കുന്ന ടൈം ആയതുകൊണ്ട് പുറത്ത് ഞങ്ങൾ ഇറങ്ങി കച്ചവടം ചെയ്യാതെ വീട്ടിൽ പിന്നെ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ചെയ്താണ് ഇപ്പം പെട്ടെന്ന് ഈ വിഷുവിന് പായസത്തെ തുടങ്ങി, പിന്നെ അത് ബിരിയാണിയിലേക്ക് എത്തി. ഇങ്ങനെ നിൽക്കുന്നു. അന്നേരമാണ് കൃത്യം ചേച്ചി വന്ന് വിടുന്നതും ഈ ഒരു വീഡിയോ എടുക്കുന്നതും ഇത്രയും
ഇതിന് ഇത്രയും പോപ്പുലാരിറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് ബിസിനസ്സിലും നാട്ടിലും കൂടെ അല്ലേ അതെ അതിനകത്തെ കാര്യം. അതെ ഇതൊരു ചേച്ചിക്ക് അഭിമാനിക്കാമല്ലോ. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു കഴിയുമ്പോൾ അതൊക്കെ നിങ്ങളെ ഞാൻ അറിയിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്നെ അർത്ഥമുള്ളത്. ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും അതെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളും. അപ്പം ശരി, ഞങ്ങൾ മാറിക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി കേട്ടോ, കാണാം. ഇപ്പൊ എങ്ങനെയാ എങ്ങോട്ടാ പോണേ? കുഞ്ഞനീത്തിരി എടുത്തോട്ട് പോവാ കേട്ടോ. വെക്കേഷനായിട്ട് ഇപ്പോൾ ഒരു ദിവസം എന്താണേലും പോകാമല്ലോ എന്ന് ഓർത്തു അല്ലേ? ഷിജിക്ക് ഇച്ചിരി അസൗകര്യം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അവൾക്ക് പോരാൻ പറ്റിയില്ല. ഞങ്ങൾ ഞങ്ങളൊന്ന് പോയിട്ട് വരാം അല്ലേ ഏട്ടാ? ഞങ്ങൾ സത്യം പറയാം ഞങ്ങളുടെ സ്ഥലത്തെത്തി കേട്ടോ. പിഴക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഇവിടെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചങ്ക് പടപടേന്നിടിയും ഭയങ്കര സങ്കടം വരും കേട്ടോ. കാരണം ഞങ്ങൾ ദൂരം വന്നിട്ട് ഞങ്ങളുടെ വീട് ഇവിടെയാണ്. ഇവിടെ നിന്നുണ്ടോ ഈ വഴിയെ തിരിഞ്ഞു പോകണം. അതെ, ബസ്സിന് വന്ന് ഇവിടെ വന്ന് ഇറങ്ങും കേട്ടോ. ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളുടെ പപ്പായി ഇവിടെ വണ്ടിയും കൊണ്ട് വന്ന് നിൽക്കും. പപ്പായി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം കയറി. പിന്നെ കോളേജിൽ പോകാൻ ഞാനവിടെ നമ്മുടെ വീടിന്റെ മുമ്പിൽ ബസ് ഉണ്ടായിരുന്നു. ആ ബസ് ഇല്ലാത്തപ്പം ഞങ്ങൾ ഇവിടെ വന്ന് നിന്ന് ബസ് കയറുന്ന കേട്ടോ. ഇവിടെ വന്ന് ബസ് കയറുമായിരുന്നു. ഓ അതൊക്കെ ഒരു കാലം. അതെ അതെ, ഓർക്കുമ്പോൾ സത്യം. അതെ ഇതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം വരും. ഞങ്ങളുടെ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ അപ്പടി സങ്കടം വരും. എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ചേച്ചി, ഈ സ്ഥലം എവിടെയാന്ന് നിനക്കറിയാവോ? ജീവിതത്തിൽ മറക്കാത്ത സ്ഥലം എന്നാലും പറഞ്ഞേടി. നമ്മളെ ബസ് ഇറക്കി വിടാൻ തുടങ്ങിയപ്പോ നമുക്ക് പൈസ തന്ന് 5 രൂപ തന്ന ആ പുള്ളിക്കാരിയുടെ വീട്, ആ ചേച്ചിയുടെ വീട് ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. ആ ചേച്ചി ഞങ്ങൾ പല പ്രാവശ്യം അന്വേഷിച്ചു ആ ചേച്ചിനെ ഒന്ന് കണ്ടു കിട്ടുമെന്ന്. പക്ഷെ ഒരു രക്ഷയില്ല. ചേച്ചി പൈസ തരുവ ഇറങ്ങി പോകും. അതെ പൈസ ബെല്ലടിച്ച് നിർത്തി കഴിഞ്ഞപ്പോ പൈസ തന്നേച്ചാ ചേച്ചി അങ്ങ് ഇറങ്ങി പോയത് കേട്ടോ. അതിന്റെ ബാലൻസ് ഞങ്ങൾക്ക് പിന്നെ ചെലവ് ചെയ്യാൻ മാത്രം. അതെ അതിന്റെ കഥ ഫുള്ള് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. കഥ ഞങ്ങളിങ്ങനെ ഒരു ദിവസം പാലായിൽ മമ്മി ഞങ്ങളുടെ കൂടെ വീട്ടിൽ നിൽക്കുന്ന ആടെ കൂടെ വീട്ടിൽ ഞങ്ങളെ സഹായിക്കാൻ ഒരു അമ്മാവ് നിൽപ്പുണ്ടായിരുന്നു. അമ്മാവിൻ്റെ കൂടെ പാലായിക്ക് വിട്ടു. ടൗണിൽ പോയി എല്ലാ സാധനം മേടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മാവൻ കൊല്ലപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് ഇച്ചിരി മീനും ഒക്കെ മേടിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഉണക്കമീൻ ചന്തയിലൊക്കെ കയറുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നാണക്കേടായിട്ട് തന്നെയല്ല, അമ്മാവൻ ഒരു ചെവി കേൾക്കില്ലായിരുന്നു കേട്ടോ അല്ലേ? അതുകൊണ്ട് ആ ചില സമയത്ത് വണ്ടിയൊക്കെ ആ വസ്തു നിന്ന് ഓണടിക്കുന്നെങ്കിൽ അമ്മാവനെ കയ്യെ പിടിച്ച് മാറ്റണം. അപ്പം ഞങ്ങളൊരു ഇച്ചിരി നാണക്കേടും ഒക്കെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അമ്മാവൻ്റെ കൂടെ പോയില്ല. ഞങ്ങൾ നേരെ അമ്മാവനോട് പറഞ്ഞു കൊല്ലപ്പള്ളിയിൽ ഇറങ്ങിയേച്ച് അമ്മാവൻ വേറെ ബസ്സിന് പോരെ, ഞങ്ങൾ ഈ ബസ് പിഴയിൽ ഇറങ്ങിയേച്ച് ഞങ്ങൾ പോവാന്നും പറഞ്ഞ് ഞങ്ങൾ കയറി പോന്നു. വണ്ടിക്കൂലിക്ക് ഒരു 5 രൂപ അമ്മാവനാണ് തന്നെ നമുക്ക് കാര്യം. 10 കുറേ പൈസ ഇങ്ങോട്ട് പോയത്. ഈ ഷെയ്ജിനോട് പോയ എന്നാന്ന് പറയുമ്പോൾ ഇവള് മുഴുവൻ വെച്ചുവാണിക്കട തീർത്തു. അവള് മൊത്തം തീർത്തു. എൻ്റെ കയ്യിലുള്ള കൂടെ മേടിച്ച് അവള് തീർത്തേച്ച് അവള് മിടുക്കിയായിട്ട് പോകുന്നത്. അവൾക്ക് ഇച്ചിരി ഷോപ്പിംഗ് കൂടുതല. എന്നിട്ട് ഞങ്ങൾ 5 രൂപയും കൊണ്ട് അവർ വണ്ടിയെ കയറി ഒരു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ 5 രൂപ കീറിയതായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ബസ് ഒരു 12 പ്രാവശ്യം ചോദിച്ചു വേറെ തരാൻ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഇല്ലയെന്ന് പറഞ്ഞു. ബെല്ലടിപ്പിച്ച് ഞാൻ ഇപ്പോൾ കാണിച്ച സ്ഥലത്ത് വന്നപ്പം വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി. അത് സന്ധ്യയായി നോർത്തണം. 6:30 7 ആകേണ്ട സമയമായി. ചങ്കാണെ പടപടാന്നിടിക്കാൻ തുടങ്ങി. പിന്നെ അന്നേരം ആ ചേച്ചി ആ ചേച്ചിക്ക് ഇറങ്ങാൻ വേണ്ടി അവിടെ വണ്ടി ബെല്ലടിച്ച് അവിടെ നിർത്തിയ സ്ഥലമായിരുന്നു. ഞങ്ങളോട് അവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഏതാണെങ്കിലും ദൈവം സഹായിച്ച് ആ ചേച്ചി നല്ലൊരു 5 രൂപ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നേച്ച് ചേച്ചി ഇറങ്ങിപ്പോയി. ഞങ്ങൾക്ക് ഏതാണ്ട് 1 രൂപയും കണ്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ 1 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ആ പൈസ 2 രൂപയായി കാണും മൊത്തം. ഞങ്ങൾക്ക് 2 രൂപ കൂടെ ബാക്കി പൈസ ഞങ്ങൾക്ക് സുഖമായിട്ട് അടുത്ത ഒരു ഷോപ്പിങ്ങിനോട് പോകാനുള്ള പൈസ ഉണ്ടായിരുന്നു. ആ ചേച്ചിനെ ഞങ്ങൾ അന്ന് തൊട്ട് അന്വേഷിക്കുന്നുണ്ട്. ജോലിയായിരുന്നു ആ ചേച്ചിക്ക്. ചേച്ചിനെ കെട്ടിച്ചു ഏതാക്കിയാലും അന്നേരം തന്നെ ആ ചേച്ചിനെ കെട്ടിക്കാറായിരുന്നു. ഞങ്ങള് പിള്ളേരായിരുന്നു. ഞാൻ ഏതാണ്ട് 8-ലോ 9-ലോ ആയിരിക്കില്ലടി. ചേച്ചി സാരിയൊക്കെ അല്ലേ കൊടുത്തിരുന്നേ? ഓ നീ അതുവരെ ഓർക്കുന്നുണ്ടോ? തത്തപ്പച്ച സാരി. ഓക്കെ ഓക്കെ, സത്യം ദൈവം പ്രത്യക്ഷപ്പെട്ട പോലെ ആയിപ്പോയായിരുന്നു നമുക്കതല്ലേ. സന്ധ്യയായി ചങ്കാണെ പടപടാന്ന് ഇടിയെന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പാലായി വന്നുണ്ട്. പാല ഗവൺമെന്റ് ആശുപത്രിയുടെ താഴെയാട്ടോ. പൊന്നുകുന്ന റോഡിലോട്ട് പോണ ഒരു വളമാണ് ഇത്. പാലം കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാനോട്ടോ. ഈ പാലം കയറി വേണം പൊൻകുന്നം പോകാനേ.
അല്ല അല്ല, ആ റെജി, പള്ളി കഴിഞ്ഞ ആദ്യത്തെ താഴോട്ടല്ലല്ലോ, രണ്ടാമത്തെ അല്ലേ? അങ്ങനെ കുഞ്ഞുമാളിയുടെ വീട് എത്താറായി കേട്ടോ. ഇവിടെ അടുത്തായി. ഞങ്ങൾ വേറൊരു കൂട്ടുകാരത്തിയുടെ വീട്ടിലും കൂടെ, ഷെയ്ജിയുടെ ഒരു കൂട്ടുകാരത്തിയുടെ വീട്ടിൽ കയറിയായിരുന്നു കേട്ടോ. കയറിയിട്ടാണ് വരുന്നത്. അത് ഞങ്ങൾ ഈ വഴി വരുന്നത്. അല്ല സാറിന് ഞങ്ങൾ ഈ വഴിയല്ല വരാറില്ലടേ. മുകളേൽ പീടിക, വള്ളോംകുളം. നമ്മൾ ഈ വഴി വന്നുകൊണ്ടാണേ. അങ്ങനെ കുഞ്ഞനീത്തിയുടെ വീട്ടിലെത്തി കേട്ടോ. ഇടി പറഞ്ഞിട്ടില്ലേ ഇവിടെ ആളുണ്ടല്ലോ അല്ലേ? ഞാൻ വിളിച്ചായിരുന്നു രാവിലെ, ഞങ്ങൾ വരും, എവിടെയെങ്കിലും ഇവിടെ ഉണ്ടോ. നമ്മുടെ അനിയനോട് നിൽപ്പുണ്ട്. ഒരു കുഞ്ഞനീത്തിയൊക്കെ ഉണ്ടായിരുന്നു. എന്തിയേ നിന്നെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും പരാതിയാ. എന്നാ പിന്നെ ഇവിടെ വന്ന് കയ്യോടെ പിടിച്ചാലോന്ന് ഓർത്തു. മുത്തേ ആണോ? അത് എത്തിക്കോ. വലുതാ മുത്തേ. എന്നാണ്ട് ചൂട് വല്ലതും ഉണ്ടോ? അവള് വന്നില്ല, അവൾക്ക് ഇച്ചിരി തിരക്കാജി. റേജി പറയാം മാങ്ങാപ്പഴം നിന്നാ ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ അവിടുന്ന് മധുരം കൊണ്ട് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു വന്നപ്പോ പറയാം പുളി കാരണം ഓടൂന്ന്. ഞാനും ഓർത്തു ഇത്രയും മധുരം വന്നു. ചോറൊക്കെ ഉണ്ടോ കുഞ്ഞാളി? അപ്പോൾ ഇതേ കുഞ്ഞനേറ്റിയുടെ വന്ന് അടുത്ത് വന്നിട്ട് ചായ കുടിക്കുക വരുന്നുണ്ടെന്നൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല. ഉണ്ടാകാം സൂപ്പർ കുഴപ്പമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഈ ഞങ്ങൾ പോകാൻ ഇറങ്ങുക കേട്ടോ. കുഞ്ഞുമളി ആയിക്കോട്ടെ. നീ ഒരു വീഡിയോയിലൊക്കെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരാതി ഉണ്ട്. നിനക്ക് എന്തെങ്കിലും എല്ലാവരോടും പറയാനുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാണുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. അതെനിക്ക് യാതൊരു കുഴപ്പമില്ല. പണ്ട് മുതൽ ഞങ്ങൾ വിളിക്കാഞ്ഞിട്ടാണോ നീ വരാത്തല്ലേ? അതെ, ഞാൻ വരാത്ത തന്നെ. ഇവിടെ എങ്ങനെയാണോ അത്യാവശ്യത്തിന് മാത്രമേ നമ്മളെ കിട്ടത്തുള്ളൂ. അതെ അതെ, ഇവിടെ അതെ, ഞാൻ VIP. അവളങ്ങനെ അതെ 10 പ്രാവശ്യം വിളിച്ചാലോ 1 പ്രാവശ്യം വരും കേട്ടോ. അങ്ങനെ ആയതുകൊണ്ട് അത് ഞങ്ങൾ പോകുന്നതിലും ഒക്കെ കുഴപ്പമില്ല, ഞങ്ങൾ കൊണ്ടാകാത്തതിലും കുഴപ്പമില്ല അല്ലേ? അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കേട്ടോ. അങ്ങനത്തെ യാതൊരു പ്രശ്നവും. അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം കൂട്ടാത്തൊന്നുമല്ല. അവള് ഓരോ തിരക്ക് കാരണം അവള് വരത്തില്ല, അത്ര തന്നെ. അതെ, ഞങ്ങൾ 3 പേരും ഇങ്ങനെ അടുപ്പതിൽ പോലെ അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അതിലേ അങ്ങ് ഓടിപ്പിടിച്ച്, പിന്നെ ആ റൂട്ടൊക്കെ പോകുന്നെങ്കിൽ അതിലെ നേരെ അങ്ങ് പോകും കേട്ടോ. ഇത് നമ്മൾ പാലാ റൂട്ടിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ ഇവിടെ കിട്ടത്തുള്ളൂ. ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഇച്ചിരി മാറിയായി പോയില്ലേ. അതും ഒക്കെ കാരണങ്ങളുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് അല്ലേ? അത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പാടില്ല അടുത്ത് തീ ഉണ്ടോ ഇല്ലയെന്നുള്ളത്. അതെ അതെ അതെ, ഇവളെ വിളിച്ചാൽ ഇവള് വരത്തില്ല കേട്ടോ, അവൾക്ക് വരാൻ മടിയാണേ. പിന്നെ ഞങ്ങൾ റെജിയോട് പറയും, റെജി അവളോട് മര്യാദയ്ക്ക് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിയുമ്പോൾ റെജി പറയും ഇടി ഒന്ന് ചെല്ലടേന്നും പറയും. റെജിയാണ് ഒന്നിത്തല്ലേ ഇവിടുന്ന്. അത് അത്രയും കൂടെ അവൾക്ക് പറഞ്ഞൊന്നുമില്ല കേട്ടോ. അല്ലാതെ അവൾക്ക് മനഃപൂർവ്വമോ ഞങ്ങൾ പിണക്കോ കൊതികുത്തോ ഒന്നും ആയിട്ടല്ല. അങ്ങനെ അങ്ങോട്ട് ഓരോരുത്തരുടെ സ്വഭാവം അത്രേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ പോകണമെന്നേ. അതിനിപ്പോ ഞാൻ വേണമെന്നൊന്നുമില്ല. അവനവരുടെ സൗകര്യം പോലെ ചെയ്യുക, അത്ര തന്നെ. അല്ല പിന്നെ അതിന് എനിക്ക് പണ്ടേ അങ്ങനെ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാൻ മേലെ. അതെ അതെ, പണ്ട് തൊട്ട് ഇവിടെ എങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അറിയത്തില്ലാത്ത കുറച്ച് പേരുണ്ട്. അവരോർക്കും ഞങ്ങൾക്ക് പിണക്കമായിട്ടാ, ഞങ്ങൾക്ക് എന്നോട് കൂട്ടില്ല എന്നിട്ടാന്നൊക്കെ ചിലപ്പോൾ എല്ലാത്തിനും വിളിച്ചതാ. അവർക്കറിയാം, മലബാറുകാർക്ക് പിന്നെ ഏകദേശം അറിയാം. ഓക്കെ ഓക്കെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാണ്. നേരം പോയി, ഇനി വല്ല ഇടിയും മഴയൊക്കെ കഴിഞ്ഞാൽ ഇനി പാടാവും. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുക കേട്ടോ. അപ്പൊ ശരി കുഞ്ഞാളി. ആയിക്കോട്ടെ. നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാമല്ലോ. ആയിക്കോട്ടെ. ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഞങ്ങളിങ്ങനെ പാലായിക്ക് വന്നു, കുഞ്ഞാൻ്റിയുടെ അടുത്ത് വന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങളുടെ ഒരു അവധിക്കാലത്തെ ഒരു ദിവസം അങ്ങനെ ഇവിടെ കൂടി കുറച്ച് നേരം നിന്നുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഉച്ചയായി. പിന്നെ ഇനി ഇച്ചിരി എന്തെങ്കിലും ഇടിയും മഴയൊക്കെ ആകുമ്പോൾ 2 മണിക്കൂർ അല്ലേ, 2 മണിക്കൂർ കഷ്ടി നിന്നു, അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ പോവുകയാണ് എന്ന് തോന്നണു. ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് എഴുതണം. അതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ അതെ അതെ. അപ്പോൾ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും മുത്തേ ബൈ. ഇറങ്ങോട്ടോ, വഴിക്ക് ഇറങ്ങണം കേട്ടോ.
ആനിവേഴ്സറി മരണം ഒത്തിരി അതെ 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 3 വീട്ടിലും കൂടെ പോവാല്ലോ. സത്യം. അപ്പൊ ശരി മോനെ, ഓക്കെ ബൈ, ടാറ്റാ. അങ്ങനെ ഞങ്ങളിത് പാലായിൽ എത്തി കേട്ടോ. പാല കാണുമ്പോ ഒക്കെ നമുക്കൊരു ഭയങ്കര വികാരമാണ്. നമ്മള് പഠിച്ച് ഇവയൊക്കെ ഓരോ കടകളിൽ കോളേജിൽ പോയി പഠിച്ച് എല്ലാം പാലായിലാട്ടോ. പാല എന്ന് പറയുമ്പം പാല ഞങ്ങളുടെ വികാരമാണ്. കണ്ടാലും മതിയാവുകയില്ല. ഇതൊക്കെ നമ്മുടെ സ്വന്തമാണെന്നൊരു തോന്നൽ. അതെ അതെ, പാല നമ്മുടെ ആണെന്നൊരു തോന്നലാ. പാലായി വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നിയല്ല. ഇതുണ്ടോടി ഇവിടെ ഈ വലതുവശത്തുള്ള ഇതിനകത്തുള്ള ഒരു കടയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു സാരി വാങ്ങിക്കുന്നത്. ആ ഇവിടെ അന്ന് ഇവിടെ ഈ വടക്കൻ എന്നൊക്കെ എഴുതിയേക്കുന്ന വടക്കൻ ഗാർമെന്റ്സ് അവിടെ ആ ഭാഗത്ത് എവിടെയായിരുന്നു. അവിടെ ഒരു കടയിൽ കുറെ നോവേനൂടെ കൊണ്ടുവരും. നോവേനൂടെ കൊണ്ടുവന്നേച്ച് നമ്മള് പോരുന്നത് എന്തിനാ? മസാല ദോശ തിന്നാൻ വേണ്ടി വരുന്ന. അമ്മയുടെ കൂടെ കൂട്ടു പോരുന്നവർക്ക് അപ്പൊ മസാല ദോശ മേടിച്ചു തരും കേട്ടോ. അങ്ങനെ മിൽക്ക് ബാറിലും ഇന്ത്യൻ കോഫി ഹൗസിലും ഉണ്ട്. അല്ല, ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്.